അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു ചായക്കടി ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടാക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ്, നല്ല രസമുണ്ട് ഇത് തിന്നാൻ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അതിലേക്കുള്ള ശർക്കര ഒന്നാണ് ഒരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുരൊരു പാത്രം അടുപ്പത്ത് വെച്ചെടുത്തുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ വെള്ളം പാർന്നെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മധുരത്തിന് വേണ്ടിയിട്ട് 2 അച്ച് ശർക്കരയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഒരുക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് അങ്ങോട്ട് ഒരുക്കി വരുമ്പോഴത്തേന് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കാണണ ആ ബെല്ലും കൂടി നിങ്ങളൊന്ന് തൊട്ടെടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ജഡ്ജാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണും നിങ്ങൾക്ക് ഉണ്ടാക്കും ജഡ്ജാലോ. പിന്നെ നിങ്ങൾ നമുക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് കാണുമ്പോഴല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് മനസ്സിലാകുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലോണമാണ് ഒരുക്കി വന്നിക്കണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്നും അങ്ങോട്ട് അരച്ചെടുക്കണേ, അല്ലെങ്കിൽ അതിൽ വല്ല കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുടുങ്ങുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ പാത്രത്തിൽ അരിച്ച് പാർന്നിക്കണ്. ഇനി നമുക്ക് നല്ലൊരു ചൊയ്യും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. അപ്പോൾ ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് അളവിൽ റവ എടുത്തിക്കണ്. ഇനി നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, നമ്മളെടുത്തുള്ള ഇട്ടാൽ മതി. പിന്നെ തിജ് നല്ലോണം കൂട്ടി വെക്കരുത് കേട്ടോ, ഒരു കുറഞ്ഞ തിജിൽ വെച്ച് കാണ്ടേ. റവ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടല്ലോ കട്ട കുത്താൻ. അപ്പോൾ കുറഞ്ഞ തിജിൽ വെച്ച് കാണ്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇതിത്തെ വെള്ളമൊക്കെ വറ്റിക്കാണ്ട് ഈ പാത്രത്തിൽ നിന്ന് വേറിട്ട് പോരാൻ തുടങ്ങിക്കണല്ലോ. അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമ്മൾ തിജൊന്ന് അങ്ങോട്ട് കെടുത്തി കൊടുത്തുകാണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇതിൽ തന്നെ ആയാൽ പിന്നെ ചൂട് പെട്ടെന്ന് ആറി കിട്ടൂലേ. ഇനി നമ്മളിതേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ ഉണ്ടായാൽ ഒരു പ്രത്യേക രസം തന്നെയാണല്ലോ. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടി പാർന്നു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് നല്ലോണം ഒന്നങ്ങോട്ട് കുഴച്ചെടുത്തുക്കണ്. അപ്പോൾ തോനെ കുഴച്ച് കൊണ്ട് നിൽക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് ഏത് കോലത്തിലും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളതും ഒക്കെ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തുക്കണ്. ഇനിയിപ്പോൾ ഇതേപോലെ പരന്നുകാണ്ടല്ലാതെ നമ്മൾ കയ്യിൽ വെച്ചുകാണ്ട് ഇങ്ങനെ നീട്ടിക്കാണ്ടും വേണമെങ്കിൽ ഉണ്ടാക്കുക, ബോളാക്കിക്കാണ്ട് ഉണ്ടാക്കുക, ഒക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ഒരു ചട്ടിന് അടുപ്പത്ത് വെച്ചെടുത്തുക്കണ്. പിന്നെ നമുക്കിത് മുക്കി കോരി പൊരിച്ചാലുള്ള എണ്ണയൊന്നും പാരണ്ട കേട്ടോ, കുറച്ച് എണ്ണ പാർന്നാൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ പാർന്നാൽ മതി. എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നാലേ നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക. തോനെ വേവാനൊന്നുമില്ലേ, നമ്മൾ റവയൊക്കെ നല്ലോണം വേവിച്ചെടുത്ത തന്നെയല്ലേ. അപ്പോൾ ഒന്നങ്ങോട്ട് വേവാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗം നമുക്ക് ആയിന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ തിജ് കുറച്ച് വെക്കണ്ട കേട്ടോ, തിജ് കൂട്ടി വെച്ച് കാണാൻ നമുക്കിത് പൊരിച്ചെടുക്കേ. അപ്പോൾ ഒരു ഭാഗം വെന്തുകളെന്ന് തോന്നുമ്പോൾ നമുക്കിത് ഒന്നങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കുക. ഇനി ബാക്കി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ. നല്ലൊരു അടിപൊളി പലഹാരം നമുക്കിവിടെ കിട്ടിയിരിക്കണ്. അപ്പോൾ നമ്മൾ റവയൊക്കെ കൊണ്ടു വെച്ചതുണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ സ്കൂൾ വിട്ട് വരുന്ന നേരത്തെ നല്ല ഉസാറ് ചായക്കടിയായി കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ചായക്കടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഞമ്മക്കൊരു ലൈക്ക് തരും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ നമ്മളെ കാണണമെന്ന് വെച്ചാൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കാണ്ടേ ഇനിയും കാട്ടിത്തരണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.